ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് എങ്ങനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടുള്ള ടിപ്സാണ് പറയാൻ പോകുന്നത്. അതുപോലെ ഹാൻഡ് റൈറ്റിംഗ് ഇമ്പ്രൂവ് ചെയ്യുന്നത് കൊണ്ട് നമുക്കുണ്ടാവുന്ന കുറച്ച് ബെനിഫിറ്റ്സ് കൂടെയുണ്ട്. നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉണ്ടെങ്കിൽ ഉണ്ടാവുന്ന കുറച്ച് ബെനിഫിറ്റ്സ് കൂടെയുണ്ട്. ആ ബെനിഫിറ്റ്സും കൂടെ ഷെയർ ചെയ്യുകയാണ് ഈ വീഡിയോയിലൂടെ. സ്റ്റുഡൻസിനായിരുന്നാലും മുതിർന്നവർക്കായിരുന്നാലും ഒരുപോലെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി ഇടുന്ന വീഡിയോസിലൊക്കെ ഇതുപോലെ ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ കുറച്ച് ബെനിഫിറ്റ്സ് പറഞ്ഞു തുടങ്ങാം. ഒന്നാമത്തേതെന്ന് പറയുന്നത് ഡ്രോയിങ് ആണ്. നമുക്ക് അത്യാവശ്യം നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് നമ്മൾ നല്ലോണം ഇമ്പ്രൂവ് ചെയ്യണം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ എഴുതുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അത്യാവശ്യമൊക്കെ വരയ്ക്കാൻ പറ്റും. അത് ഉറപ്പ് പറയുന്ന കാര്യമാണ്. എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഞാൻ മുമ്പ് ഡ്രോയിങ് ഒന്നും പഠിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എഴുതുന്നതുകൊണ്ട് തന്നെ മാക്സിമം വരയ്ക്കാൻ പറ്റുമായിരുന്നു. ഞാൻ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ജസ്റ്റ് ഈ വീഡിയോയിലൊന്ന് കാണിക്കുവാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല രീതിയിലല്ല, നമുക്ക് മാക്സിമം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന അത്രയും നമുക്ക് ഹാൻഡ് റൈറ്റിംഗ് ഇമ്പ്രൂവ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് കുറച്ച് വരച്ച ഡ്രോയിങ്സ് ഒന്ന് കാണിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ വരച്ച ഓരോ ഡ്രോയിങ്സാണ്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തുള്ള രീതിയിൽ നമുക്ക് വരയ്ക്കാനും പറ്റും കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ ഡ്രോയിങ് ക്ലാസ്സിലൊന്നും പോയിട്ടില്ല. സോ ജസ്റ്റ് ഒന്ന് വെറുതെ, അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒരു തെളിവിന് വേണ്ടി ഞാൻ കാണിച്ചു തന്നതാണ്. അപ്പോൾ ഇതാണ് ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഈ റൈറ്റിംഗ് ജോബ്സ്, അതുപോലെ നമുക്ക് ഗുഡ് ഇംപ്രഷൻസ് ഉണ്ടാക്കാൻ പറ്റും. അതായത് സ്റ്റുഡൻസിനൊക്കെ ആണെങ്കിൽ ഇപ്പം നല്ല രീതിയിൽ എഴുതുന്നവർക്ക് നല്ല ഇംപ്രഷൻസ് ഉണ്ടാക്കാനായിട്ട് പറ്റും. സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാർക്കും കുറച്ചുകൂടെയൊക്കെ നല്ല രീതിയിൽ മാർക്ക് കിട്ടുമെന്നൊന്നും പറയുന്നില്ല. നമ്മളൊരു പേപ്പർ എടുക്കുമ്പോൾ അതിൽ നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാവുകയാണെങ്കിൽ എന്തായാലും നോക്കുന്ന ആളും അതുപോലെ ആയിരിക്കും നോക്കുക. അപ്പോൾ ഒരു 2-3 മാർക്ക് നമുക്ക് എക്സ്ട്രാ കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം നമുക്കിനി ഒട്ടും വൈകാതെ സ്റ്റെപ്സിലോട്ട് പോകാം. എന്തൊക്കെ സ്റ്റെപ്സാണ് നമ്മൾ എടുക്കേണ്ടതെന്നുള്ളത്. ആദ്യത്തേത് ലവ് റൈറ്റിംഗ്, അതായത് എഴുതുന്നതിനോട് ഇഷ്ടം കൊണ്ടുവരിക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അത് എന്തായാലും ഇമ്പോർട്ടൻ്റായിട്ട് നമുക്ക് വേണം, എന്നാലേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് നിങ്ങൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇതിനോടൊരു ഇഷ്ടം കൊണ്ടുവരാൻ, നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അങ്ങനെയാണ്. അതിനോടൊരു ഇഷ്ടം കൊണ്ടുവരിക എന്നുള്ളതാണ്, ഡെഡിക്കേഷൻ, അതാണ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹാൻഡ്സിന് എക്സർസൈസ് കൊടുക്കുക. അതായത് നമ്മുടെ ഫിംഗേഴ്സൊക്കെ ഏത് രീതിയിലും ഫ്ലെക്സിബിൾ ആവാൻ തരത്തിൽ. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് നമ്മുടെ ഡ്രോയിങ്ങിനായിരിക്കും. റൈറ്റിങ്ങിന് സഹായിക്കില്ല എന്നല്ല, കുറച്ചുകൂടെ നന്നായിട്ട് ഡ്രോയിങ്ങിനായിരിക്കും സഹായിക്കുക. അപ്പോൾ എക്സസൈസ് നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യുക. ഈ നമ്മുടെ കയ്യിലെ ഫിംഗേഴ്സൊക്കെ നല്ല രീതിയിലൊന്ന് ഫ്ലെക്സിബിൾ ആവുന്ന തരത്തിൽ ഒന്ന് എക്സസൈസ് ചെയ്യുക. അപ്പോൾ ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. മനസ്സിലായി കാണുമല്ലോ. ഒരുപാട് ഹാൻഡ് എക്സസൈസൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് കംഫേർട്ടായിട്ടുള്ള, നമ്മൾ ആദ്യം എഴുതി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഹാൻഡ് റൈറ്റിംഗ് വരണം എന്ന് ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് നല്ലോണം എഴുതണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് കംഫേർട്ടായിട്ടുള്ള റൈറ്റിംഗ് സ്റ്റൈൽ, അതായത് പെന്നായിരുന്നാലും പെൻസിലായിരുന്നാലും നമുക്ക് കംഫേർട്ടായിട്ടുള്ളത് ഏതാണെന്ന് ആദ്യം നോക്കുക. നമുക്കിപ്പം എഴുതുമ്പോൾ മനസ്സിലാവില്ല, ഇത് വെച്ച് എഴുതുമ്പോൾ കുറച്ചുകൂടി എനിക്ക് നന്നായിട്ട് എഴുതാൻ പറ്റുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങൾക്ക് കംഫേർട്ടായിട്ടുള്ള പെൻ ഓർ പെൻസിൽ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത കാര്യം. എനിക്കെന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ചൂസ് ചെയ്യുന്നത് 3 രൂപയുടെ സൈനോ സോഫ്റ്റിക് പേനയുണ്ട്. അപ്പോൾ ആ പേനയാണ് എത്ര 10 രൂപയുടെ പേന വെച്ച് എഴുതിയിരുന്നാലും 15 രൂപയുടെ പേന വെച്ച് എഴുതിയിരുന്നാലും എനിക്ക് കംഫേർട്ടായിട്ട് തോന്നുന്നത് ആ 3 രൂപയുടെ സൈനോ സോഫ്റ്റിക്കിൻ്റെ ആ ഒരു പേനയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് കംഫേർട്ടായിട്ട് ഓരോ പെൻ അല്ലെങ്കിൽ പെൻസിൽ കാണും. സോ അത് നിങ്ങൾ എടുത്ത് ആദ്യം അതിൽ മാത്രമേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാവൂ. അതായത് നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള പെയിൻറ്റിൽ മാത്രമേ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2-3 മന്ത്സ് അല്ലെങ്കിൽ 4 മന്ത്സോളം നിങ്ങൾ ഈ ഹാൻഡ് റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് വെച്ച് മാത്രമേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാവൂ.
അത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റ് പെൻസ് വെച്ച് യൂസ് ചെയ്യുമ്പോഴും നമ്മുടെ ഹാൻഡ് റൈറ്റ് ചിലപ്പോൾ നമുക്ക് കംഫർട്ട് തോന്നില്ല, എന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ എഴുതി തുടങ്ങുമ്പോൾ നമുക്ക് പെന്നൊക്കെ മാറ്റിയൊക്കെ യൂസ് ചെയ്യാം. അതുവരെ നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള പെൻ തന്നെ നിങ്ങൾ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ പെൻസിൽ നിങ്ങൾ യൂസ് ചെയ്യണം. ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ കംഫർട്ട് പെൻ കാണും, അല്ലെങ്കിൽ ചിലർക്ക് എല്ലാ പെന്നും യൂസ് ചെയ്യാം, അങ്ങനെയായിരിക്കും. അപ്പം ഈ 3 കാര്യങ്ങളാണ് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്. അപ്പം ആദ്യം എന്ന് പറയുന്നത് റൈറ്റിങ്ങിനോടൊരു ഇഷ്ടം കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ആ ഇഷ്ടം എങ്ങനെ കൊണ്ടുവരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നന്നായിട്ട് എഴുതുന്നതൊക്കെ കണ്ട് നമ്മൾ കാണുന്നതാണ് നമ്മളെ പ്രചോദിപ്പിക്കുന്നത് എന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. അപ്പം അങ്ങനെ വിചാരിക്കുന്നൊരു കുറവായിരിക്കും, എന്നാലും നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നത്. മുമ്പൊക്കെ സ്കൂളിൽ ടീച്ചർ പറയുമായിരുന്നു, ഒരു 1 to 7th വരെയൊക്കെ ടീച്ചർ പറയുമായിരുന്നു ഇതുപോലെ നല്ല ഹാൻഡ് റൈറ്റിംഗ് കാണുമ്പോൾ കുട്ടിയുടെ സ്വഭാവം അറിയാമെന്നൊക്കെ. അപ്പോൾ അതുപോലെ നല്ല ഇംപ്രഷൻസ് ബാക്കിയുള്ളവർക്ക് വരുത്താൻ വേണ്ടിയിട്ട് നോക്കുക. ഇത് കാരണം നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സും കിട്ടാറുണ്ട്. ഇപ്പോൾ ഡ്രോയിങ് എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് പുറത്തൊക്കെ ഈ ഫാബ്രിക്കുകളിലൊക്കെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നതും ഈ പെയിൻറ്റിങ്ങൊക്കെ ചെയ്യുന്നതും ഡ്രോയിങ്ങൊക്കെ ചെയ്യുന്നതും ഒക്കെ നല്ല ഒരു സ്കില്ലാണ്. അതുപോലെ നല്ലവണ്ണം നല്ലൊരു ബെനിഫിറ്റ് കൂടിയാണത്. അതിൽ നിന്നും നിങ്ങൾക്ക് കുറച്ച് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം ഡിസൈൻ വർക്ക്സൊക്കെ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയ ഒരു ഹാൻഡ് റൈറ്റിംഗ് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് വേണമെങ്കിൽ നമുക്കിങ്ങനെ പറയാം, ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ഡ്രോയിങ് അല്ലെങ്കിൽ ഡിസൈനിങ് എന്ന് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തതെന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വേറെ ഡ്രോയിങ് ക്ലാസ് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. സോ ഈ ഹാൻഡ് റൈറ്റിംഗ് ഏകദേശം ഇത്രയും നന്നായത് കൊണ്ടായിരിക്കാം ഇത്രയൊക്കെ നന്നായിട്ട് വരയ്ക്കാനും കുറച്ച്, അതായത് നല്ല പെർഫെക്ഷനോടുകൂടി എന്ന് പറയുന്നില്ല, അത്യാവശ്യം വരയ്ക്കാനും ഒക്കെ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഡ്രസ്സ് ഡിസൈൻ ചെയ്യണമെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഓർത്തുകൊണ്ട് വേണം നിങ്ങളിതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ. സ്റ്റുഡൻസിനായിരിക്കും ഇതിൻ്റെ കൂടുതൽ യൂസ് എന്നറിയാം, എന്നാലും വലിയ ആൾക്കാർക്ക് ഞാൻ ഈ ബെനിഫിറ്റ്സ് പറഞ്ഞു കാണുമ്പോൾ മനസ്സിലായി എന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറയുന്നത്. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ ഇതുപോലുള്ള പുതിയ ട്രിക്സും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.